മക്കളെ, സ്വദേശത്തും വിദേശത്തും ഇരുന്നു കൊണ്ട് വളരെ ദാഹത്തോടെ ജെറുസലേം പ്രയർ ലൈനിൽ സംബന്ധിക്കുകയും അനേക മക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരെയും കർത്താവാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ തറവാട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇതാ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലേവ്യക്കാർക്ക് എഴുതിയ പുസ്തകം 26-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഒരു മനോഹരമായ വാക്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഒരു സ്നേഹമുള്ള പിതാവായ ദൈവം ഈ വചനം നമ്മോട് പറയുകയാണ്. ഇത് വായിച്ച് നമ്മൾ ശക്തി സംഭരിക്കണം. കർത്താവിൻ്റെ കൂടാരം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവിടുന്ന് നമ്മുടെ പിതാവാണെന്നും നമ്മൾ മക്കളാണെന്നും ഓരോ നിമിഷവും നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുകയാണ് കർത്താവ്. അതിനുവേണ്ടിയാണ് കൂടാരം അടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവാലയം, ബലിപീഠം, സക്രാരി, ഇതാണ് ദൈവത്തിൻ്റെ ദൈവ സാന്നിധ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഉയർന്നു നിൽക്കുന്ന ഓരോ ദൈവാലയവും, ദൈവാലയത്തിലെ ബലിപീഠവും, ബലിപീഠത്തിലെ സക്രാരിയുമാണ് അനേകം രക്തസാക്ഷികൾ തിരുസഭയ്ക്കുണ്ടായത്. അനേകം ക്രിസ്ത്യാനികൾ ഇതിന്മേൽ പിടിച്ചു നിന്നുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അൾത്താരയിൽ, ബലിപീഠത്തിൽ അടിത്തറയിട്ട് പണിയുന്ന ഒരു കുടുംബവും തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം ദൈവം കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. കുടുംബത്ത് വെളിച്ചം നിലനിൽക്കാൻ ഉപകരിക്കുന്നത് അൾത്താരയിലെ വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ അടുത്തൊരു നിത്യാരാധന കേന്ദ്രമുണ്ടായിട്ട് അവിടെ പോയി ആരാധിക്കാൻ പോകാറുണ്ടോ? നമ്മുടെ അടുത്തൊരു ദൈവാലയം ഉണ്ടായിട്ട് ആ വിശുദ്ധ ബലിയിൽ അനുദിനം സംബന്ധിക്കാൻ പോകാറുണ്ടോ? ഈശോ ഇതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരികയല്ലേ. അതൊരു കാരണവശാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത് കേട്ടോ. ഈശോ നമ്മിലൂടെ, കുർബാനയിലൂടെ, തിരുവചനത്തിലൂടെ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയാണ്. ക്രൈസ്തവന് ഇതിൽ നിന്ന് വിട്ടുമാറാതിരിക്കാൻ കർത്താവാണ് നമുക്ക് കൃപ നൽകുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായ കുടുംബങ്ങൾ, രോഗങ്ങൾ വിട്ടുമാറാത്ത ചില കുട്ടികൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ രാത്രിയിൽ കടന്നു വന്ന് നമ്മുടെ ഇടയിലൂടെ നടക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.